ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇതാണ് earsaver എന്നാണ് ഇതിന് പറയുക. പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ബട്ടൺസ് തുന്നി പിടിപ്പിക്കുകയാണ് ചെയ്യുക. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ മാസ്ക് വെച്ചിട്ട് വലിയവർക്ക് തന്നെ നല്ല ചെവി വേദന എടുക്കാൻ തുടങ്ങും. പിന്നെ ചെറിയ കുട്ടികളെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഉണ്ടാക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അതുകൊണ്ടാണ് ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്ത്. അല്ലാന്നുണ്ടെങ്കിൽ അവർ വലിച്ചേണ്ട ഒറ്റ ഏറുണ്ടാവും. നമുക്കിതിന് എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ ഞാൻ സെയിം കളർ നൂല് തന്നെ എടുത്തത്. പിന്നെ അതിൻ്റെ നീഡിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എവിടെ നിന്നാണ് എന്തൊക്കെയാണ് കിട്ടുക എന്നൊക്കെ. നമ്മളിന്നിവിടെ രണ്ട് പാർട്ടായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒന്ന് ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്. അപ്പം സെയിം കളർ നൂല് തന്നെ എടുത്തത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വേറൊരു നോട്ടായിരുന്നു ഇട്ടിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ വേറൊരു ടൈപ്പാണ് ഇടുന്നത്. അത് ഇതേപോലെ ഇതാക്കി വെച്ചിട്ട് അതിനുള്ളിലൂടെ സൂചി കടത്തിവിടാം. സൂചിക്ക് ഒരു കുളത്ത് പോലെ ഉള്ളതുകൊണ്ട് ആ കുളത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇത് എടുക്കുന്നത്. കണ്ടോ, അതുപോലെ അങ്ങോട്ട് എടുക്കുക. ഇതുപോലെ എടുക്കുമ്പം അതിനിങ്ങനെ വലിക്കുമ്പോൾ അത് ചെറുതായിട്ടും വലുതായിട്ടും വരും. ഊരാൻ കൊടുക്ക് എന്നൊക്കെ പറയും, നമ്മൾ ഊരാൻ കൊടുക്ക് ഇടുക എന്നൊക്കെ പറയും. അതേ അതിന് മെത്തേഡിന് തന്നെയാണ് ഇത് എടുക്കുന്നത്. ഇത് നമുക്ക് 1 അത് വെച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ 1 2 3 4 5. ഇത് നമ്മൾ ഫസ്റ്റ് ഇട്ട ക്രോഷേൻ്റെ ഉള്ളിലൂടെ എടുക്കണ്ടേ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളിപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്തോണ്ട് എടുത്തില്ലേ, അതെടുത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അഴിഞ്ഞു പോവും. അപ്പം നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല. അതിനുള്ളിലൂടെ നേരെ എടുത്തിട്ട്, അപ്പോൾ 2 ആയിട്ടില്ലേ, അപ്പം ഇനി വേറെ ഒന്നും കൂടി എടുത്തിട്ട് അതിനുള്ളിലൂടെ ഇടാം. അപ്പോൾ അത് ആ റൗണ്ട് ഷേപ്പായിട്ട് വന്ന്. ഇനി നമുക്ക് സിംഗിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. 5 എണ്ണമൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. 1 2 3 4 5. 5 എണ്ണം ചെയ്ത് അത് ചെറിയത് കണ്ടില്ലേ, അതിൻ്റെ ആ ഫസ്റ്റത്തെ വരുന്ന ആ ഒരു ഇതാണ് വരുന്നത്. ഇനി നമുക്ക് ഈ സൂചിയിൽ തന്നെ 2 പ്രാവശ്യമായിട്ട് അത് ചുറ്റണം. അതെങ്ങനെ, 1 2 ഞാൻ 2 പ്രാവശ്യം ചുറ്റും. ഇത് നേരെ നമ്മൾ ആ ഹോളിൻ്റെ ഉള്ളിലൂടെ തന്നെ ഇട്ടിട്ട് എടുക്കുക. അപ്പോൾ ഒരു അത്ര ഇഞ്ച് വ്യത്യാസം, ആ ഒരു നീളം വന്നാലാണ് ഒരു സുഖം ഉണ്ടാവുകയുള്ളൂ. 1 2 3. അപ്പോൾ അതുകൊണ്ട് വലിച്ചു കൊടുക്കുക. വലിച്ചു കൊടുക്കുമ്പോൾ അതുകൊണ്ട് അടുത്ത് വരും. ഇതേപോലെ തന്നെ നമുക്ക് 6 എണ്ണം ചെയ്തെടുക്കണം. ആ 2 എണ്ണം ഈസിയാണ് ചെയ്യേണ്ടത് കേട്ടോ. അത് അതിലങ്ങോട്ട് ഇടുമ്പോൾ ഹോളിൻ്റെ ഉള്ളിലൂടെ ഇടുമ്പോൾ 2 എണ്ണം ചെയ്യാൻ ശ്രമിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തെറ്റി പോകാൻ സാധ്യതയുണ്ട്. കണ്ടോ, അതങ്ങനെ അടുപ്പിച്ച് വെക്കുമ്പോൾ നല്ലതിൽ കിട്ടും. നമുക്ക് എണ്ണപ്പോൾ കഴിഞ്ഞ് 1 2 3 4. നമ്മൾ നേരത്തെ 5 എണ്ണമല്ലേ സ്റ്റാർട്ടിൽ ഇട്ടത്, അതിന് പകരം 4 എണ്ണം ഇടുക. 5 എണ്ണം ഇടുമ്പോൾ അത് എക്സ്ട്രാ വന്നു പോവും. ഇനി അതിൻ്റെ ഉള്ളിലൂടെ തന്നെ ഇട്ടിട്ട് ആ എടുത്ത അതേ സാധനം തന്നെ നമ്മൾ ആ ക്രോഷ്യ ചെയ്തതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. എക്സ്ട്രാ വേറെ ഒന്നും എടുക്കാണ്ട് അതിൻ്റെ ഉള്ളിലൂടെ നേരെ ഇടുക. എന്നിട്ട് ശരിക്കും വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോഴേ ടൈറ്റായിട്ട് നിൽക്കുള്ളൂ. വീണ്ടും അതിൻ്റെ ഉള്ളിലൂടെ തന്നെ ഒരു പ്രാവശ്യം കൂടി ഇട്ടിട്ട് എടുക്കുക. കണ്ടോ, അതുപോലെ എടുക്കുക. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 1 2 3 4 5. സെയിം റിപ്പീറ്റേഷൻ തന്നെയാണ് വരുന്നത്. നമ്മൾ മറ്റേത് എങ്ങനെ ചെയ്തത്, 2 എണ്ണം ഇട്ടിട്ട് 2 എണ്ണം വീതം നമ്മളിങ്ങനെ ക്രോഷ്യ ചെയ്ത് പോയതാണ്. അങ്ങനെ 7 എണ്ണം ഉണ്ടാക്കി. അപ്പം അതേപോലെ തന്നെയാണ് ഇതും ചെയ്യണത്. വീണ്ടും 4 എണ്ണം വീതം ഇട്ടിട്ട് അതിനുള്ളിലൂടെ ഇടണോ. സെയിം ക്രോഷ്യ എൻഡ് ചെയ്യുന്നു. ഇനിയാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. കാരണം ഇനി നമുക്ക് ഫസ്റ്റ് ഭാഗം ഫുള്ള് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ആയിട്ട് അതിന് ചിറക് പോലെ രണ്ടാമത്തെ ഒന്നും കൂടി ഉണ്ടാക്കണം, 2 സൈഡിലായിട്ട്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം.
മറ്റേ രണ്ടാമത്തെ ഭാഗം ചെയ്യാം. 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഫസ്റ്റത്തേത് സ്റ്റിച്ച് ചെയ്തപ്പം അതിൻ്റെ ഇടയിൽ ഒരു എക്സ്ട്രാ ഒരു ഇത് കൊടുത്തിരുന്നല്ലോ, അതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. ആ ഹോളിനുള്ളിൽ കൂടെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. ഇതുപോലെ എടുത്തിട്ട് നേരെ എൻഡിങ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതാ അവിടെ ഒരു ചിറക് പോലെ ഒരു ജസ്റ്റ് ഒരു ഇത് കിട്ടിയില്ലേ. ഇതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മളിപ്പോൾ ഇനി സെക്കൻഡ് പാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ടല്ല, സെക്കൻഡ് ആയിട്ടുള്ള അതിൻ്റെ ചിറക് ചെയ്യുന്നത്. ഇതിന് 6 എണ്ണമാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ നേരത്തെ 5 എണ്ണം വെച്ചിട്ടുള്ള വലുപ്പമാണ് ചെയ്തത്. അതിനേക്കാളും കുറച്ചുകൂടി വലുതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 6 സ്റ്റിച്ചാണ് ചെയ്തത്. നേരത്തെ 5 സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് 6 എണ്ണം ചെയ്തു. ആ ഒരു വ്യത്യാസമുള്ളത്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ 2 സ്റ്റിച്ച് ചെയ്തു, 2 ചുറ്റിലിട്ട് കൊടുത്ത് 3 എണ്ണം ഇടും. അപ്പം 1 അത് 2 എണ്ണം വെച്ച് കൊത്ത് വരുമ്പം 2 3 4. നേരത്തെ നമുക്ക് എൻഡ് ആയത് 3-ലായിരുന്നു, പക്ഷെ ഇപ്പോൾ 4-ലാണ് എൻഡ് ആവുക. അത് ശരിക്കും ചുറ്റാൻ ശ്രമിക്കും. നല്ല ടൈറ്റായിട്ട് ഇരിക്കണം കേട്ടോ, അല്ലാന്നിട്ട് ഒന്നായിട്ട് ഇങ്ങോട്ട് അയഞ്ഞു പോവും. ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ അവിടെ 6 എണ്ണല്ലേ ചെയ്തത്, അതുപോലെ ഇത് നമ്മൾ 7 എണ്ണം ചെയ്ത് നോക്കുക. അപ്പോൾ അതിനേക്കാളും വീതിയും ഉണ്ടാവും, അതിനേക്കാളും ഉയരം ഉണ്ടാവും. നമുക്ക് തന്നെ വെച്ച് നോക്കിയാൽ അറിയാൻ കണ്ടോ, അതിൻ്റെക്കാളും 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ട ഒരു നോട്ടിൻ്റെ വലിപ്പം എക്സ്ട്രാ കിട്ടും. കാരണം ഞാൻ 7 എണ്ണം വെച്ചാണ് ചെയ്തത്, ഇത് നമ്മൾ 6 എണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. നമുക്ക് 7ാമത്തെ നോട്ട് ഇട്ട് കൊടുക്കാം. 1 2 3 സെയിം അതേ ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെ 4 എണ്ണം ചെയ്യാം. നമുക്കിത് എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ 5 എണ്ണം ചെയ്തപ്പോൾ 4 എണ്ണമല്ലേ എൻഡിങ് കൊടുത്തത്. അപ്പോൾ ഇവിടെ 6 എണ്ണം ചെയ്യുമ്പോൾ 5 എണ്ണം എൻഡിങ് കൊടുക്കുക. അത് ശ്രദ്ധിക്കുക കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് വലുത് ഒരു സൈഡ് ചെറുത് അങ്ങനെ രീതിയിൽ വരും. സെയിം അതേ ഹോളിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ട് എൻഡിങ് സ്റ്റിച്ച് കൊടുക്കുക. ഇതാ കണ്ടോ, അതുപോലെ. ഇനി നമുക്ക് നെക്സ്റ്റ് ഇത് ചെയ്യാം. നെക്സ്റ്റ് പാർട്ട് സെയിം ഇതേപോലെ തന്നെ 3 സ്റ്റിച്ച് എക്സ്ട്രാ ഇട്ടിട്ട് 3 സെയിം അതേ ഇതിൻ്റെ ഹോളിൻ്റെ ഉള്ളിലൂടെ തന്നെ എടുക്കുക. കണ്ടില്ലേ? എന്നിട്ട് അതിന് എൻഡിങ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്കൊരു പാർട്ട് കിട്ടും. അതിന് ഫസ്റ്റ് സ്റ്റാർട്ടിങ് 6 സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4 5 6. വീണ്ടും സെയിം റിപ്പീറ്റ് തന്നെ 3 എണ്ണം ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുപോകാം. നമ്മളിപ്പോൾ 3 സ്റ്റിച്ച് ചെയ്തില്ലേ, അതിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുപോയിട്ട് ചെയ്യാം. 2 എണ്ണം വീതം 4 എണ്ണം വരും. അങ്ങനെ 7 എണ്ണം നമുക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എൻഡ് ചെയ്യാം. 6 എണ്ണം കൊടുത്ത് 5 എണ്ണം ചെയ്തിട്ടാണ് എൻഡ് ചെയ്യുക. നമ്മൾ നേരത്തെ അതേ ചെയ്തതുപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ കാര്യമായിട്ട്. ഇനി കണ്ടോ അത് വന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ബട്ടൺസ് തുന്നാനുള്ളൊരു സ്ഥലം വേണം. കാരണം സൈഡിലൊന്നും തുന്നി പിടിപ്പിക്കാൻ കഴിയില്ല, കണ്ടില്ലേ? അതുപോലെ ആയിട്ട് വന്നു. ഇനി ആ പാർട്ടാണ് ചെയ്യാനുള്ളത്. അവിടെ തുന്നാൻ കഴിയാത്തതുകൊണ്ട് കേട്ടോ ബട്ടൺസ് തുന്നി പിടിപ്പിക്കാനായിട്ട് വേറെ സ്ഥലം വെക്കുന്നത്. അത് ഞാൻ ഇപ്പോൾ എന്താ വെച്ചാൽ അയിമ തന്നെയാണ് തുന്നി പിടിപ്പിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ കുട്ടികളാകുമ്പോൾ അവർ പിടിച്ച് വലിക്കും എന്നുള്ളതുകൊണ്ട്. അപ്പോൾ പിന്നെ ഇത് സെയിം നൂലുകൊണ്ട് തന്നെ സെയിം അതേമ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാണ്ടൊരു ഇത് വരില്ല. കുട്ടികളൊക്കെ ആകുമ്പോൾ ഓല് പിടിച്ച് വലിക്കുമ്പോൾ നേരെ സ്റ്റിച്ച് ചെയ്യാം. ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് 1 2 3 4 8 സ്റ്റിച്ചാണ് നമ്മളിവിടെ ചെയ്യണേ. അതിപ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ 8 ഉള്ളത് 10 ഒക്കെ ആക്കാം കേട്ടോ. അതിനനുസരിച്ച് അതിൻ്റെ വലിപ്പം കൂടും.
ഇതിപ്പോൾ ഞാൻ ആ നടുക്കുള്ള സ്റ്റിച്ചാണ് ആ വരുന്നത്, അപ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസം വരും. ഞാൻ ചുറ്ററും തന്നെ വേറെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീതിയും കൂടും വലിപ്പം കൂടും. എക്സ്ട്രാ നമ്മൾ 2 സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഫസ്റ്റ് 8ാമത്തെ സ്റ്റിച്ച് ചെയ്തില്ലേ, അതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. ഇത് സിംഗിളാണ് ചെയ്യണത്. ഞാനിപ്പോൾ ഇവിടെ സിംഗിൾ ചെയ്യുമ്പോൾ നല്ല കട്ടി ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും ചെയ്യാൻ പറ്റും കേട്ടോ. ഡബിൾ ക്രോഷ്യ എന്നാൽ അതാ അതിൻ്റെ ഉള്ളിൽ തന്നെ എടുത്തിട്ട് അതിനുള്ളിൽ ചെയ്യുന്നതാണ്. സെയിം എല്ലാത്തിൻ്റെ ഉള്ളിലൂടെയും സിംഗിൾ ക്രോഷ്യ ചെയ്ത് വരാം. നമ്മളിപ്പോൾ ആ തുടക്കം എത്തി കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിലൂടെ എടുക്കണം. നമ്മൾ അവിടെ ഒരു സ്റ്റിച്ച് ഇട്ടിരുന്നല്ലോ നേരത്തെ, കണ്ടില്ലേ, അതുപോലെ നീണ്ടിട്ടൊരിത് കിട്ടും. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് അതുപോലെ ചെയ്യണ്ടേ. വീണ്ടും 8 സ്റ്റിച്ച് ഇടുക. പിന്നെ എക്സ്ട്രാ 2 ഇടാൻ വർക്ക് ചെയ്തിട്ടോ. എക്സ്ട്രാ 2 ഇട്ടിട്ട് 8ാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുപോവുക. സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സെയിം ഈ 8 എണ്ണത്തിൻ്റെ ഉള്ളിലൂടെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് വരാം. ഇനി നമുക്കിത് എൻഡ് ചെയ്യണ്ടേ. അവിടെ എൻഡിങ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത് ഞാൻ. ആ 2 എണ്ണത്തിൻ്റെയും കൂടി കൂട്ടി യോജിപ്പിച്ച് കണ്ടോ, ആ 2 എണ്ണത്തിൻ്റെയും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് അവിടെ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ആ ചുറ്റൂറുള്ളതാണ് ചെയ്യേണ്ടത്. അതിന് മുമ്പ് നമ്മൾ അവിടെ ഒരു സിംഗിളായിട്ടുള്ള സ്റ്റിച്ച് എക്സ്ട്രാ കൊടുക്കും. എൻഡ് ചെയ്തിട്ട് അതെന്താ വെച്ചാൽ അത് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റിച്ച് എക്സ്ട്രാ കൊടുക്കുന്നത്. സെയിം അതിൻ്റെ ഉള്ളിലൂടെ തന്നെ നേരത്തെ നമ്മൾ എൻഡ് ചെയ്തില്ലേ, അതിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് നീഡിലിടുന്നത്. സെയിം സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇതപ്പോൾ അതിൻ്റെ എൻഡിങ് ഇത് നമ്മളിപ്പോൾ നേരത്തെ അവിടെ 2 നോട്ട് എക്സ്ട്രാ ഇട്ട് കൊടുത്തിരുന്നല്ലോ. അതെന്തിനാന്ന് വെച്ചാൽ അവിടെ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊരു ഹാഫ് സർക്കിളിൻ്റെ മോഡൽ കിട്ടാൻ വേണ്ടിയിട്ട്. അതാ മറ്റേ ഇതിൽ കണ്ടില്ലേ, ഈ ഇത് കണ്ടില്ലേ, കണ്ടോ, ഒരു ഹാഫ് സർക്കിളിൻ്റെ ഒരു ഇത് അതുപോലെ വരണമെന്നുണ്ടെങ്കിൽ ആ 2 എണ്ണം കൊടുത്തതിൻ്റെ ഉള്ളിലൂടെ 3 സ്റ്റിച്ച് ഇടണം. 3 അല്ലെങ്കിൽ 4. ഞാൻ ഇവിടെ ഇപ്പോൾ 3 സ്റ്റിച്ചാണ് ഇട്ടത്. ആ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, കണ്ടോ, ഒരു ഹാഫ് റൗണ്ട് ഷേപ്പ് വരും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നന്നായിട്ടൊരു ചുളിഞ്ഞൊരവസ്ഥ വരിക. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഹാഫ് റൗണ്ട് സ്റ്റിച്ച് ഇടുന്നത്. പിന്നെ അതങ്ങനെ സെയിം റിപ്പീറ്റേഷൻ ഒന്നും ചെയ്യാറില്ല, നേരെ അങ്ങനെ ചെയ്ത് പോവുക. സെയിം അതേപോലെ നേരത്തെ അവിടെ നമ്മൾ ലാസ്റ്റിൽ 4 എണ്ണം ചെയ്തില്ലേ, അവിടെ വീണ്ടും 3 അല്ലെങ്കിൽ 4 സ്റ്റിച്ച് ഇടുക. ഒരൊറ്റ ഇതിൽ തന്നെ ഹോളിൻ്റെ ഉള്ളിലൂടെ 3 4 സ്റ്റിച്ച് ഇടുക. അപ്പോൾ ആ റൗണ്ട് ഷേപ്പായിട്ട് വരും. വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോവുക. അതാ അതിലൂടെ തന്നെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് പോവുക. പക്ഷെ ഇവിടെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്യേണ്ട, കാരണം നമ്മൾ അവിടുന്ന് അങ്ങോട്ട് ഹാഫ് നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് നമ്മളിപ്പോൾ അവിടെ എക്സ്ട്രാ ഇട്ടില്ലേ, ഒരു ക്രോഷ്യ ചെയ്തിരുന്നല്ലോ, സിംഗിളായിട്ടൊരു ക്രോഷ്യ ചെയ്തിരുന്നല്ലോ, അതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. അതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് നേരെ എൻഡ് ചെയ്യുക. എൻഡ് ചെയ്ത് നല്ലോണം ടൈറ്റ് ചെയ്യണം. എന്നിട്ട് ശരിക്കും നൂഴ്ത്തി വെച്ച് നോക്കുക. കണ്ടില്ലേ, ഇനിയിപ്പോൾ ആ സൈഡിൽ കൂടെ നമുക്കൊരു സ്റ്റിച്ചും കൂടി ചെയ്യാനുണ്ട്. അത് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങനെ ചെയ്തു പോയാൽ മതി. അപ്പോൾ ആ നമ്മൾ ചെയ്ത ബെൽറ്റ് പോലത്തെ സാധനം അവിടെ ടൈറ്റായിട്ട് നിന്നും ചെയ്തോളും. അതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക.
ബെൽറ്റിൻ്റെ ഉള്ളിലൂടെ തന്നെ എടുക്കുക. നീഡിൽ ഇങ്ങോട്ട് കൊണ്ടുവരിക. കണ്ടോ, അതിനുള്ളിൽ പുറത്തുനിന്ന് എടുത്തിട്ട് ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇത് നല്ലോണം ടൈറ്റ് ചെയ്യുക. ഇനി നമുക്ക് അതിൻ്റെ സൈഡിലൂടെ ആക്കണ്ടേ. നമ്മൾ സൈഡിലൂടെ കണ്ടോ അതിലിങ്ങനെ ഇതാക്കിയില്ലായിരുന്നു സ്റ്റിച്ച് വരുന്നത്. അതിൻ്റെ ഉള്ളിലൂടെ നമുക്കുണ്ട്. അപ്പോൾ സൂചി നമ്മൾ ഇപ്പോഴത്തെ സൈഡിൽ കൂടെയാണ് ഇടേണ്ടത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഓരോന്നിൻ്റെ ഉള്ളിലൂടെയും നമ്മൾ കയറ്റിക്കൊണ്ടു പോവുക. അത് നമ്മൾ സിംഗിൾ ക്രോഷ്യ അല്ല ചെയ്യണത്, നമ്മൾ എൻഡിങ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടല്ലോ, ജസ്റ്റ് എടുത്തതിന് തന്നെ ക്രോഷ്യൻ്റെ ഉള്ളിലൂടെ നൂലിൻ്റെ ഉള്ളിലൂടെ എടുക്കണേ ആ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ക്രോഷ്യ സ്റ്റിച്ച് പറയുമ്പോൾ അതിന് പുറത്തുനിന്ന് നമ്മൾ നീഡിൻ്റെ ഉള്ളിൽ ഒന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് പുറത്തുനിന്ന് ഒന്ന് എടുക്കും. പക്ഷെ ഇതിന് നമുക്ക് വേണ്ട, നേരെ നമ്മൾ നീഡിൽ കയറ്റി അതുപോലെ അങ്ങോട്ട് നേരെ അങ്ങോട്ട് എടുത്ത് നോക്കിയാൽ മതി. ഇത് കുറച്ച് ടഫ് ഉണ്ടാകും, കാരണം നമ്മൾ ചെയ്ത് നല്ല ടൈറ്റിലായതുകൊണ്ട്. എൻഡിങ്ങിലും അതേപോലെ തന്നെ ചെയ്യുക. സെയിം, ഒരു വ്യത്യാസവും ഇല്ല, സെയിം അതുപോലെ തന്നെ ചെയ്തു പോയാൽ മതി. ഇത് നമുക്ക് സെക്കൻഡ് ഭാഗത്തുള്ളതാണ് ചെയ്യേണ്ടത്. അതിന് മുമ്പ് നമുക്ക് ആ ഒരു ബെൽറ്റിനെ ഒന്നുകൂടി അറ്റാച്ച് ചെയ്യാം. ഇത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ അപ്പുറത്തെ സൈഡ് ചെയ്തതുപോലെ തന്നെ ഈ സൈഡും ചെയ്തത് എങ്ങനെയെന്ന് നോക്കാം. ഇതാ ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കിട്ടുക. കണ്ടില്ലേ? രണ്ട് സൈഡിലായിട്ട് ബട്ടൺ വെച്ച് കൊടുക്കുക. ഞാൻ വേറൊന്ന് കാണിച്ചു തരാം. ഇത് ഞാനിതിന് മുമ്പ് ചെയ്തതാ. ഇതുപോലെ സാധാ നൂല് വെച്ചിട്ട് രണ്ട് സൈഡിലായിട്ട് പിടിപ്പിച്ചാൽ മതി ബട്ടണ്. ഈ വേണമെന്ന് വെച്ചാൽ നടുക്ക് മുത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാവുന്നതാണ് കേട്ടോ. തുന്നി പിടിപ്പിച്ചാൽ മതി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.